നമസ്കാരം, ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. ഒടുവിൽ അധികാരികൾ കണ്ണു തുറന്നു. ജനങ്ങളുടെ കണ്ണിൽ പൊടി വീണ് മടുക്കുക മാത്രമല്ല, ഓഫ് റോഡ് ഗതാഗതം മടുക്കുകയും ചെയ്തു. പരാതികൾ, പ്രതിഷേധങ്ങൾ, നിരാഹാര സമരം തുടങ്ങി ഒരുപാട് സമരമുറകൾ പയറ്റേണ്ടി വന്നാലും അവസാനം അധികാരികൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിവെച്ചല്ലോ. സമാധാനം. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ കുഴിയടയ്ക്കുന്നതിന്റെ ഭാഗമായി കേച്ചേരി ചൂണ്ടൽ ഭാഗത്തെ കുഴികൾ അടച്ചു. റോഡിലെ കുഴികൾ മൂലം മുഖ്യമന്ത്രി വഴിമാറി സഞ്ചരിച്ചതോടെയാണ് 6 മാസത്തിലേറെയായി തകർന്നു കിടന്ന റോഡ് ചർച്ചാ വിഷയമായത്. മാധ്യമങ്ങളിൽ വലിയ പ്രാധാന്യത്തോടെ വാർത്തയാവുകയും മുഖ്യമന്ത്രിയെയും പൊതുമരാമത്ത് മന്ത്രിയെയും സമൂഹമാധ്യമങ്ങളിൽ ട്രോളുകയും ചെയ്തതോടെ സർക്കാർ ആദ്യം 29 ലക്ഷം രൂപ കുഴിയടയ്ക്കാൻ അനുവദിച്ചു. എന്നാൽ ആ തുക അപര്യാപ്തമാണെന്ന് കണ്ടതോടെ 30 ലക്ഷം രൂപ കൂടി അനുവദിച്ചുവെങ്കിലും പ്രവൃത്തി ആരംഭിക്കാൻ പിന്നെയും സമയമെടുത്തു. ഇതിനിടെ SDPIയുടെ നിരാഹാര സമരവും കോൺഗ്രസിന്റെ രാപ്പകൽ സമരവും നടന്നിരുന്നു. സമരപരമ്പരകൾ അരങ്ങേറിയിട്ടും അനങ്ങാതിരുന്ന റോഡിന്റെ നിർമ്മാണ ചുമതലയുള്ള KSTP ഒടുവിൽ പ്രവൃത്തി ആരംഭിച്ചു. മഴ മാറി നിന്ന സാഹചര്യത്തിലാണ് കുഴിയടയ്ക്കലിന് തുടക്കം കുറിച്ചത്. കുഴികളടയ്ക്കുന്ന പ്രവൃത്തി വിലയിരുത്താൻ മുരളി പെരുന്നെല്ലി MLA, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ തുടങ്ങിയവർ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിരുന്നു. കേച്ചേരി ചൂണ്ടൽ മേഖലയിൽ പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചാണ് അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നത്. വാഹനങ്ങൾ കേച്ചേരി, ആളൂർ, മറ്റം, കൂനമുച്ചി, ചൂണ്ടൽ വഴിയാണ് തിരിച്ചുവിടുന്നത്. അതേസമയം മഴ മാറി നിന്നാൽ വെള്ളിയാഴ്ച ടാറിംഗ് നടത്തുമെന്നുള്ള പ്രഖ്യാപനം പാഴ്വാക്കായി. വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ട് തകർന്നു കിടന്ന റോഡിലെ കുഴികൾ സമരപരമ്പരകൾക്കൊടുവിൽ കഴിഞ്ഞ ദിവസമാണ് അടച്ചത്. മെറ്റൽ ഉപയോഗിച്ച് അടച്ച കുഴികൾക്ക് മുകളിൽ SS2, RS1 എന്നീ എമൻഷനുകൾ സ്പ്രേ ചെയ്ത ശേഷം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ടാറിംഗ് ആരംഭിക്കുമെന്നായിരുന്നു റോഡിന്റെ നിർമ്മാണ ചുമതലയുള്ള KSTP അറിയിച്ചിരുന്നത്. എന്നാൽ ടാറിംഗിനുള്ള മിക്സ് എത്തിക്കാത്തതിനെ തുടർന്ന് വെള്ളിയാഴ്ച പ്രവൃത്തി നടത്താൻ കഴിയാതെ വന്നു. KSTP അധികൃതരുടെയും കരാറുകാരന്റെയും നിരുത്തരവാദിത്വം മാത്രമാണ് വെള്ളിയാഴ്ച ടാറിംഗ് പ്രവൃത്തി നടക്കാതെ പോയതിനു പിന്നിലുള്ളത്. റോഡ് ടാറിംഗ് നടത്തുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ മേഖലയിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു. ചൂണ്ടൽ മുതൽ കേച്ചേരി വരെ മേഖലയുള്ള വിദ്യാർത്ഥികൾക്കും ജോലിക്ക് പോകുന്നവർക്കും ഗതാഗത നിയന്ത്രണം നീണ്ടുപോകുന്നത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയും ചെയ്തു. മെല്ലെപ്പോക്ക് നയത്തിന് വലിയ കുറവൊന്നുമില്ല. പൂർണ്ണമായും ഗതാഗതം നിർത്തിവെച്ച് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുമ്പോൾ അത് എത്രയും വേഗം പൂർത്തീകരിക്കാനുള്ള ഉത്തരവാദിത്തം കൂടി കാണിക്കണ്ടേ? 100 കണക്കിന് വാഹനങ്ങൾ വഴി തിരിച്ചുവിടുന്നുണ്ട്. ഇതോടെ മറ്റു റൂട്ടുകളിലും വാഹനങ്ങളുടെ തിരക്ക് മൂലം ഗതാഗതം സ്തംഭിക്കുകയാണ്. എന്തായാലും 2 ദിവസം വൈകിയാലും സുഗമമായി യാത്ര ചെയ്യാമല്ലോ എന്നുള്ള ആശയിലാണ് പൊതുജനം. മണ്ണിടിച്ചിൽ ഭീഷണിയിൽ നിരവധി കുടുംബങ്ങൾ ഇപ്പോഴും ഭീതിയിലാണ്. പലയിടത്തും ജിയോളജി വകുപ്പ് അധികൃതർ പരിശോധിക്കുകയും മാറി താമസിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്യുന്നുണ്ടെങ്കിലും എവിടെയും ശാശ്വത പരിഹാരം കാണാൻ അധികൃതർക്കായിട്ടില്ല. വീടിന്റെ മുകളിലേക്ക് മണ്ണ് ഇടിഞ്ഞു വീണിട്ടും അവിടെയും അളവും കണക്കും നോക്കി മാത്രം മണ്ണ് മാറ്റിയാൽ മതിയെന്ന് വാശി പിടിക്കുന്നതിൽ എന്താണ് ഔചിത്യം? കണ്ടറിയാതിരുന്നവർക്ക് ഒടുവിൽ വാർത്ത പുറത്തു വന്നപ്പോഴാണ് പ്രായോഗിക ബുദ്ധി ഉദിച്ചത്. വീടിന് മുകളിലേക്ക് ഇടിഞ്ഞു വീണ മണ്ണ് നീക്കാൻ അനുമതിയില്ലാതെ വലഞ്ഞ കുടുംബത്തിന് മണ്ണ് നീക്കാൻ ഒടുവിൽ ജിയോളജി വകുപ്പ് അനുമതി നൽകി. നടപടി കഴിഞ്ഞ ദിവസം CCTV ന്യൂസ് നൽകിയ വാർത്തയെ തുടർന്ന്. അധികൃതരുടെ അനാസ്ഥ മൂലം തലചായ്ക്കാൻ ഇടമില്ലാതെ കഴിഞ്ഞ 21 ദിവസങ്ങളായി അലയുകയായിരുന്നു ആനക്കര പഞ്ചായത്തിലെ 7ാം വാർഡായ മലമക്കാവിൽ കഴിയുന്ന വലിയ വളപ്പിൽ പ്രമോദും കുടുംബവും. കഴിഞ്ഞ മാസം 30-ന് പുലർച്ചെ 3 മണിയോടെയാണ് ഉഗ്രശബ്ദത്തോടെ പ്രമോദിന്റെ വീടിന്റെ അരികുവശത്തേക്ക് ഉയർന്ന ഭാഗത്തു നിന്നും മണ്ണിടിഞ്ഞു വീഴുന്നത്. പ്രമോദും പ്രായമായ അമ്മയും ഭാര്യയും 2 മക്കളുമാണ് അപകട സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. പ്രായമായ അമ്മ കിടന്നുറങ്ങുന്ന മുറിയുടെ ഒരു ഭാഗത്തേക്കാണ് പാറയും മണ്ണുമെല്ലാം അടർന്നു വീഴുന്നത്. ഇവരുടെ മുറിയുടെ ജനലും ജനൽ ചില്ലുമെല്ലാം തകർന്നു. വീടിന്റെ ചുമരുകൾക്കും പൊട്ടൽ സംഭവിച്ചു. അമ്മയുടെ കൈക്കും ചില്ല് തറച്ചു കയറി പരിക്കുകളേറ്റു. എങ്കിലും ജീവഹാനിയോ മറ്റ് അപകടങ്ങളോ ഇല്ലാതെ കുടുംബം രക്ഷപ്പെട്ടു. അപകടമറിഞ്ഞ് അന്ന് കാലത്ത് ആനക്കര പഞ്ചായത്ത് അധികൃതർ, വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്ഥലത്തെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു. സംഭവത്തിൽ അപകടാവസ്ഥ മനസ്സിലാക്കിയ അധികൃതർ വീട്ടുകാരോട് മാറി താമസിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് കുടുംബം ബന്ധുവീടുകളിലും മറ്റും അഭയം തേടി. ഇതിനുശേഷം പ്രമോദ് പഞ്ചായത്ത്, വില്ലേജ് ഓഫീസ്, താലൂക്ക് ഓഫീസ് എന്നിവിടങ്ങളിൽ വീടിന് മുകളിലേക്ക് വീണ മണ്ണ് നീക്കം ചെയ്യാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അപേക്ഷ നൽകി. ഒടുവിൽ 47 ടൺ മണ്ണ് നീക്കം ചെയ്യാനുള്ള അനുമതിയാണ് ലഭിച്ചത്. എന്നാൽ 5-6 ലോഡ് മണ്ണ് നീക്കം ചെയ്തപ്പോഴേക്കും അനുവദിച്ച 47 ടൺ അളവ് പൂർത്തിയായി. വീടിന്റെ ചുമരും ജനലുമെല്ലാം മൂടിയ മണ്ണ് പിന്നെയും ബാക്കിയായി.
ഇതോടെ വീടിന്റെ ഒരു വശത്തെ ചുമർ മൂടിക്കിടക്കുന്ന ബാക്കി മണ്ണുകൂടി നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രമോദ് വീണ്ടും അപേക്ഷ നൽകിയെങ്കിലും അധികൃതർ അനുമതി നൽകിയില്ല. തുടർന്ന് CCTV ന്യൂസ് കുടുംബത്തിന്റെ ദുരവസ്ഥ മനസ്സിലാക്കി സംപ്രേഷണം നൽകുകയായിരുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെ തഹസിൽദാർ ഉൾപ്പെടെയുള്ളവർ സംഭവത്തിലിടപെട്ടു. തുടർന്ന് 100 ലോഡ് മണ്ണ് നീക്കം ചെയ്യാനുള്ള അനുമതിയാണ് പ്രമോദിന് ലഭിച്ചത്. ജില്ലാ സെക്രട്ടറി ഇടപെട്ട് അതിന് റവന്യൂ മന്ത്രി ഇടപെട്ട് കളക്ടറൊക്കെ വിളിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പാസ് തന്നിറങ്ങുന്നത്. ഇതിന് എല്ലാവരോടും ഞാൻ നന്ദി പറയാം. ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിനോടും ജിയോളജി റവന്യൂ മന്ത്രിയോടും പിന്നെ കളക്ടറോടും എല്ലാവരോടും സെക്രട്ടറി ഒരു അപേക്ഷ കിട്ടാണ്ട് ഈ അപേക്ഷയായിട്ട് ഞങ്ങൾ പാലക്കാടേക്ക് പോകണം. എന്നാൽ റവന്യൂ മന്ത്രി അടക്കം ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇടപെട്ടുണ്ട്. മണ്ണ് അവിടെ ഇളകി കിടക്കുന്ന മണ്ണ് നീക്കം ചെയ്യാനുള്ള പാസ് ജില്ലാ ജിയോളജിയിൽ നിന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ പാലക്കാടേക്ക് പോകണം. നാളെ തൊട്ട് മണ്ണ്. അപകടാവസ്ഥ അറിയാത്തവരൊന്നുമല്ല അധികൃതർ. നിജസ്ഥിതി കണ്ടറിഞ്ഞ് പ്രായോഗികമായ നടപടികൾ എടുക്കുക എന്നതാണ് ഔചിത്യം. പണം ചിലവാക്കി കെട്ടിയുണ്ടാക്കിയ വീട്ടിൽ സ്വസ്ഥമായി കിടന്നുറങ്ങാനുള്ള അവസ്ഥ കൂടി വേണ്ടേ? മനുഷ്യരുടെ ജീവനേക്കാൾ വലുതല്ലോ അളവും തൂക്കവുമെല്ലാം. അവിടെയും സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് ഉദ്യോഗസ്ഥർക്ക് യോജിച്ചതല്ല. ഒടുവിൽ വാർത്ത വന്നപ്പോഴെങ്കിലും പരിഹാരമായല്ലോ, ആശ്വാസം. കണ്ണന്റെ പിറന്നാളിനായി ഗുരു ഭവനപുരി ഒരുങ്ങി. പിറന്നാളാഘോഷം കെങ്കേമമാക്കാൻ 10,000ങ്ങളാണ് കണ്ണന്റെ അരികിലെത്തുക. വിശ്വാസികളെ സ്വീകരിക്കാനും പിറന്നാൾ സദ്യ ഒരുക്കാനുമായി വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ദേവസ്വം ഒരുക്കിയിട്ടുള്ളത്. കണ്ണന്റെ പിറന്നാൾ ദിനമായ അഷ്ടമിരോഹിണി ആഘോഷങ്ങൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിങ്കളാഴ്ച നടക്കുന്ന അഷ്ടമിരോഹിണി ആഘോഷത്തിനായി 35,80,800 രൂപയുടെ എസ്റ്റിമേറ്റിന് ദേവസ്വം ഭരണസമിതി അംഗീകാരം നൽകി. ചുറ്റുവിളക്ക്, കാഴ്ചശിവേലി എന്നിവയ്ക്കായി 6,80,000 രൂപ വകയിരുത്തി. പ്രസാദകൂട്ടിന് മാത്രമായി 25,55,000 രൂപയാണ് വകയിരുത്തിയത്. ഇതിനു പുറമെ പ്രസാദകൂട്ട് പ്രത്യേക വിഭവങ്ങൾക്ക് മാത്രമായി 2,07,500 രൂപയും വകയിരുത്തി. എസ്റ്റിമേറ്റ് തികയാത്ത പക്ഷം ആവശ്യമായത്ര ഭക്ഷണം തയ്യാറാക്കി നൽകാനും ഭരണസമിതി അനുമതി നൽകി. ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ഭക്തർക്കും പ്രസാദകൂട്ട് നൽകും. ഏകദേശം 1,00,000 പേരെയാണ് ദേവസ്വം പ്രതീക്ഷിക്കുന്നത്. ഗുരുവായൂരപ്പന് നിവേദിച്ച പാൽപ്പായസം ഉൾപ്പെടെയുള്ള വിശേഷൽ പ്രസാദകൂട്ടാണ് അഷ്ടമിരോഹിണി നാളിലെ പ്രത്യേകത. രസകാളൻ, ഓലൻ, അവിയൽ, എരിശ്ശേരി, പൈനാപ്പിൾ പച്ചടി, മെഴുക്കുപുരട്ടി, ശർക്കര വരട്ടി, കായവറവ്, അച്ചാർ, പുളിയിഞ്ചി, പപ്പടം, മോര്, പാൽപ്പായസം എന്നിവയാണ് പ്രസാദകൂട്ടിലെ വിഭവങ്ങൾ. രാവിലെ 9 മണിക്ക് പ്രസാദകൂട്ട് ആരംഭിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രസാദകൂട്ടിനുള്ള വരി അവസാനിപ്പിക്കും. അന്നലക്ഷ്മി ഹാളിലും അതിനോട് ചേർന്നുള്ള താൽക്കാലിക പന്തലിലും ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലും പ്രസാദകൂട്ട് നൽകും. അന്നലക്ഷ്മി ഹാളിലേക്കുള്ള ക്യൂ സംവിധാനം ക്ഷേത്രക്കുളത്തിന് വടക്കുഭാഗത്തൊരുക്കും. തെക്കേനടയിലെ പ്രസാദകൂട്ട് കേന്ദ്രമായ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലേക്കുള്ള ക്യൂ സംവിധാനം പട്ടരുകുളത്തിന് വടക്കും തെക്കുഭാഗത്തും ഒരുക്കും. പ്രസാദകൂട്ട് വിളമ്പാൻ ദേവസ്വം ജീവനക്കാർക്ക് പുറമെ 100 പ്രൊഫഷണൽ വിളമ്പുകാരെ നിയോഗിക്കും. അഷ്ടമിരോഹിണിയുടെ പ്രധാന വഴിപാടായ അപ്പം തയ്യാറാക്കുന്നതിന് 7,4 ലക്ഷം രൂപ വകയിരുത്തി. ഭക്തർക്ക് 35 രൂപയ്ക്ക് അപ്പം ഷീട്ടാക്കാം. ഒരാൾക്ക് പരമാവധി 525 രൂപയുടെ ഷീട്ട് മാത്രമാണ് നൽകുക. പൊതുവരി നിൽക്കുന്ന ഭക്തജനങ്ങളുടെ ദർശനത്തിനാകും ദേവസ്വം ഭരണസമിതി മുൻഗണന നൽകുന്നത്. നിർമാല്യം മുതൽ ദർശനത്തിനുള്ള പൊതുവരി ക്ഷേത്രത്തിലേക്ക് നേരെ വിടും. പ്രദക്ഷിണം, ശയനപ്രദക്ഷിണം, അടിപ്രദക്ഷിണം എന്നിവ ഒഴിവാക്കും. VIP ദർശനങ്ങൾക്ക് രാവിലെ 6 മണി മുതൽ നിയന്ത്രണമുണ്ടാകും. മുതിർന്ന പൗരന്മാർക്കുള്ള ദർശനം രാവിലെ 4:30 മുതൽ 5:30 മണിവരെയും വൈകിട്ട് 5 മുതൽ 6 മണിവരെയും മാത്രമാകും. തദ്ദേശീയർക്ക് നിലവിൽ അനുവദിക്കപ്പെട്ട സമയത്ത് ദർശനമാകാം. ബാക്കിയുള്ള സമയത്ത് ക്ഷേത്ര ദർശനത്തിന് പൊതുവരി സംവിധാനം മാത്രം നടപ്പിലാക്കും. ചോറൂൺ വഴിപാട് കഴിഞ്ഞ കുട്ടികൾക്ക് ദർശന സൗകര്യം നൽകും. രാവിലെയും ഉച്ചയ്ക്കും കാഴ്ചശീവേലിക്ക് പെരുവനം കുട്ടന്മാരാർ, തിരുവല്ല രാധാകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ മേളം അകമ്പടിയാകും. ഉച്ചയ്ക്കും രാത്രി വിളക്കിനും വിശേഷാൽ പഞ്ചവാദ്യത്തിന് തിമിലയിൽ വൈക്കം ചന്ദ്രന്മാരാരും സംഘവും, മദ്ദളത്തിൽ കുനിശ്ശേരി ചന്ദ്രനും സംഘവും, ഇടയ്ക്കയിൽ കടവല്ലൂർ രാജുമാരാരും, കൊമ്പിൽ മച്ചാട് കണ്ണനും സംഘവും, ഇലത്താളത്തിൽ പാഞ്ഞാൾ വേലുകുട്ടിയും സംഘവും അണിനിരക്കും. ഗുരുവായൂർ ശശിമാരാരും സംഘവും സന്ധ്യാ തായമ്പക ഒരുക്കും. രാത്രി വിളക്കിന് വിശേഷാൽ ഇടയ്ക്ക, നാഗസ്വരം, പ്രദക്ഷിണം എന്നിവ ഉണ്ടാകും. കണ്ണന്റെ പിറന്നാൾ ആഘോഷം ഗംഭീരമാകും. അഷ്ടമിരോഹിണി നാളിൽ ഗുരുവായൂരിലെ കാഴ്ചകൾ മനോഹരമാണ്. ആട്ടവും പാട്ടുമെല്ലാമായി ഗോപികമാരും കൃഷ്ണന്മാരും താളലയ വിസ്മയം തീർക്കുന്ന ദിനം. ഈ ആഘോഷ തിമിർപ്പ് കാണാനായി ഒഴുകിയെത്തുന്ന ഭക്തരും ഗുരുഭവനപുരിയുടെ ഘോഷയാത്രയിൽ അലിയും.
ദിനം പ്രതി പുതിയ മാറ്റങ്ങൾക്ക് നമ്മൾ അടിമപ്പെടുന്നുണ്ടെങ്കിലും ഗൃഹാതുരതയുണർത്തുന്ന കാഴ്ചകൾ അന്യമായതിന്റെ കുറവുകൾ പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. പഴയകാല സിനിമകളിലെ പാടവും പറമ്പും കാഴ്ചകളുമെല്ലാം കാണുമ്പോൾ മലയാളി മനസ്സ് ഇന്നും അന്യമായ കാലത്തിന്റെ ഓർമ്മകൾ അയവിറക്കുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷനായ ഒരു ആൽമരവും ആൽത്തറയുമുണ്ട് ആലൂരിൽ. അത് നവീകരിച്ച് പഴമയ്ക്കൊപ്പം നിൽക്കുകയാണ് ഒരു കൂട്ടം യുവാക്കൾ. നിരവധി മലയാള സിനിമകളിൽ വള്ളുവനാടൻ ഗ്രാമഭംഗിക്ക് പശ്ചാത്തലമൊരുക്കിയ ആലൂർ വട്ടത്താണി പ്രദേശം വീണ്ടും ഓർമ്മകളിൽ നിറയുകയാണ്. ആലൂർ ഒരുമ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഗ്രാമഭംഗി ഒട്ടും ചോരാതെ വട്ടത്താണിയിലെ ആൽത്തറയും ആൽമരവുമെല്ലാം ഗൃഹാതുര ഓർമ്മകളുടെ മനോഹാരിതയിലേക്ക് തിരികെയെത്തുന്നത്. കാലപ്പഴക്കം സമ്മാനിച്ച മുറിവുകളേറ്റ് തകർച്ചയിലായിരുന്നു പതിറ്റാണ്ടുകളോളം തണൽ സമ്മാനിച്ച ഈ ആൽമരവും ആൽത്തറയും. മേനാത്ത് ആട്ടയിൽ തറവാട്ടിലെ കാരണവരായിരുന്ന രാവുണ്ണി നായർ കൊടിക്കുന്നത്ത് കാവിൽ ദർശനം നടത്തി മടങ്ങുമ്പോൾ കാവിന്റെ കിഴക്കുഭാഗത്തുള്ള കുളക്കരയിൽ നിന്ന് പറിച്ചെടുത്ത 2 ആലിൻ തൈകളിൽ ഒന്ന് വട്ടത്താണിയിൽ നട്ടുപിടിപ്പിക്കുകയായിരുന്നു. ഈ വൃക്ഷത്തൈയാണ് വട്ടത്താണിയിൽ ഇന്ന് കാണുന്ന വലിയ അരയാൽ. കരിങ്കല്ലുകൊണ്ട് ചതുരാകൃതിയിൽ പടുത്ത തറയിൽ ഇന്നും തലയുയർത്തി തന്നെ നിൽക്കുന്നുണ്ട് ഈ വൃക്ഷരാജൻ. രാവുണ്ണി നായരുടെ കാലഘട്ടം സമീപത്തെ ക്ഷേത്ര ശ്രീകോവിലിലെ ശിലാലിഖിതത്തിലെ കാലഘട്ട സൂചനയനുസരിച്ച് 1838 കണക്കാക്കിയാൽ വൃക്ഷരാജന് വയസ്സ് 200 അടുക്കാറായി. തൃത്താലയിൽ നിന്ന് ആലൂരിലേക്ക് പോകുന്ന യാത്രക്കാർക്ക് അന്നും ഇന്നും അത്താണി തന്നെയാണ് വട്ടത്താണി. തൃത്താല പട്ടിത്തറ പഞ്ചായത്തുകളെ വേർതിരിക്കുന്ന അതിർത്തി കൂടിയാണ് ഈ പ്രദേശം. പഴയകാലത്ത് ഇവിടെ ദീർഘദൂര വഴിയാത്രക്കാർക്കായി സംഭാരം വിതരണം ചെയ്തിരുന്നു. ആട്ടയിൽ തറവാട്ടുകാരുടെ നിർദ്ദേശപ്രകാരം കരുപ്പറമ്പിൽ എന്ന വീട്ടുകാരാണ് സംഭാര വിതരണത്തിന് മുൻകൈയെടുത്തിരുന്നത്. വെടുപ്പൻ നെല്ലായിരുന്നുവത്രേ സംഭാര വിതരണം ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം. മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച മുതൽ എടവപ്പാതിയിലെ ആദ്യത്തെ മഴ പെയ്യുന്നതുവരെയുള്ള വേനൽക്കാലത്തായിരുന്നു സംഭാരം കൊടുത്തിരുന്നത്. കാളവണ്ടിയിലും മഞ്ചലിലും കുതിരവണ്ടിയിലും കാൽനടയായും മറ്റും ധാരാളം പേർ ഈ വഴിയിലൂടെ കടന്നുപോയിരുന്നു. ഇവർക്കെല്ലാം ദാഹം തീർക്കാനുള്ള സംഭാരം പകൽ സമയത്ത് ഇവിടെ എപ്പോഴും ഉണ്ടായിരുന്നതായാണ് പറയുന്നത്. ഒരു കാലത്ത് മലയാള സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷൻ കൂടിയായിരുന്നു ഇവിടം. പേടിച്ചിട്ടൊന്നുമല്ല. എന്ത് പേടിക്കാനാ? ഒരുപാട് കളിച്ചു കളഞ്ഞിട്ടുള്ളതാ. ഈ നാട്ടിൽ നിന്ന് തലവരി പോണേ കാശ് കുറെ വേണം. കളിച്ചു കളഞ്ഞാൽ ശരിയാവില്ല. നമ്മുടെ നാടത്ര മടുത്തോ? മടുത്തിട്ടൊന്നുമല്ല, പോണം. 1989 ജോഷിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി നായകനായ മഹായാനം, 1999 പുറത്തിറങ്ങിയ മുരളി നായക വേഷമിട്ട ഗർഷോം, ജയറാം, ശ്രീനിവാസൻ, ഉർവശി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ പൊന്മുട്ടയിടുന്ന താറാവ് തുടങ്ങി നിരവധി സിനിമകൾക്കാണ് ഈ ഗ്രാമഭംഗി തുളുമ്പുന്ന പ്രദേശം പശ്ചാത്തലമായത്. നിലവിൽ കാലപ്പഴക്കം കൊണ്ടും സംരക്ഷണമില്ലാതെയും തകർച്ചയുടെ വക്കിലായിരുന്നു ആൽത്തറയും പ്രദേശവും. ഇതിനിടെയാണ് ആലൂരിലെ ജനകീയ കൂട്ടായ്മയായ ആലൂർ ഒരുമ വട്ടത്താണിയെ സംരക്ഷിക്കാനായി രംഗത്തിറങ്ങുന്നത്. ഒരുമ പ്രസിഡന്റ് നിസാർ ആലൂർ, സെക്രട്ടറി സജിത്ത് പണിക്കർ എന്നിവരുടെ നേതൃത്വത്തിൽ ആൽത്തറ പുനരുദ്ധാരണ കമ്മിറ്റി രൂപീകരിച്ച ശേഷമായിരുന്നു പ്രവർത്തനങ്ങൾ. ഇവരുടെ നേതൃത്വത്തിൽ തകർന്ന ആൽത്തറയെ അറ്റകുറ്റപ്പണി നടത്തി നവീകരിച്ചു. തുടർന്ന് ടൈൽ വിരിച്ച് മനോഹരമാക്കിയ ശേഷം ആൽത്തറയിൽ ഭാരതപ്പുഴയിലെ വെള്ളാരങ്കല്ലുകൾ വിരിച്ച് അലങ്കരിക്കുകയും ചെയ്തു. കാണാവാത്ത ഒരു സ്ഥലമാണ് ഈ വട്ടത്താണി ആലും ആൽത്തറയും. ഇതിന് ഒരുപാട് ചരിത്ര ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ 200 വർഷം മുന്നാണ് ഇത്ര ഇവിടെ ഈ ഒരു ആല് നട്ടതും അതിൻ്റെ ചുറ്റോറും ഒരു വട്ടത്തിലൊരു തറ കെട്ടി അവിടെ ഒരു അത്താണിയൊക്കെ ഉണ്ടായിരുന്നാണ് പറയുന്നത്. ഈ വഴി ഒരുപാട് ആളുകൾ ഈ അന്നത്തെ കാലത്ത് കാളവണ്ടിയിലും നടന്നിട്ടും അതുപോലെ തന്നെ മഞ്ചലിലൊക്കെ പോയിരുന്ന ആളുകൾ അവർക്ക് ഇരുന്ന് വിശ്രമിക്കാനും അവർക്ക് അതിനുള്ളൊരു സ്ഥലമാണ് ഇത് ഉണ്ടായിരുന്നത്. ഒരുപാട് പിന്നെ സംഭാരം കൊടുത്തിരുന്നതെന്നാണ് പറയുന്നത്. പൂരമെണ്ണം കലക്കി കൊടുത്തിരുന്നത്, വഴിയാത്രക്കാർക്ക് കൊടുത്തിരുന്നതെന്ന് പറയുന്നത്. വിശ്രമിക്കാനിരിക്കുന്ന സൗകര്യത്തിനൊരു ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഏകദേശം ഒരു പണികളാണ് കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ സമർപ്പണം ഈ അടുത്ത സമയത്ത് തന്നെ നടക്കും. അതിൻ്റെ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. അടുത്ത സമയത്ത് തന്നെ അതിൻ്റെ സമർപ്പണം എന്നുള്ള രീതിയിൽ ഒരു ചടങ്ങ് കൂടി നടക്കുന്നുണ്ട്. എല്ലാവരുടെയും സഹകരണം, ഈ ചുറ്റുവട്ടത്തെ നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹകരണം ഈ കാര്യത്തിലുണ്ടായിരുന്നു. മൺമറഞ്ഞ കാലത്തിന്റെ സ്മരണകൾ സമ്മാനിക്കുന്ന തണലാണ് ഓരോ ആൽമരവും. പഴമ സംരക്ഷിക്കാൻ ഇങ്ങനെയും ആളുകൾ മുന്നോട്ട് വരുന്നത് അഭിനന്ദനാർഹമാണ്. ഇതുപോലെ നാടിന്റെ മനോഹാരിത നിലനിർത്തുന്ന ഓരോ വൃക്ഷങ്ങളും സംരക്ഷിച്ച് പഴമയെ ചേർത്ത് നിർത്താൻ പുതുതലമുറകൾ ഇനിയും മുന്നോട്ട് വരട്ടെ.
നാട്ടുകാരുടെ പരാതിയും ബുദ്ധിമുട്ടും കണ്ടറിഞ്ഞ് ഒരു സ്ഥാപനം പൂട്ടിക്കുക തെറ്റു പറയാനാവില്ല. പൊതുജനത്തിന് സ്വൈര്യവിഹാരത്തിന് കഴിയുന്നില്ലെങ്കിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകണം. പക്ഷേ ഗേറ്റ് പൂട്ടിയിട്ടത് കൊണ്ട് മാത്രം തീരുന്നതാണോ പ്രശ്നങ്ങൾ? മൂലകാരണം പരിഹരിക്കാതെ മറ്റെന്ത് ചെയ്തിട്ടും വല്ല കാര്യവുമുണ്ടോ? നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് അടച്ചുപൂട്ടിയ ഗുരുവായൂർ കുരഞ്ഞിയൂരിലെ അച്ചാർ കമ്പനിയിലെ അസംസ്കൃത വസ്തുക്കളും രാസമാലിന്യങ്ങളും നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ നൽകിയ ഹർജിയെ തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം VK ബീനാകുമാരി ഫാക്ടറി സന്ദർശിച്ചു. അച്ചാർ തയ്യാറാക്കാൻ നൂറുകണക്കിന് വീപ്പകളിൽ സൂക്ഷിച്ച നാരങ്ങ, മാങ്ങ ഉൾപ്പെടെയുള്ളവയും ലായനികളും നശിപ്പിക്കാൻ കളക്ടർ മുഖേന നടപടിയെടുക്കുമെന്ന് അവർ പറഞ്ഞു. എന്തുകൊണ്ടായാലും ജനങ്ങൾ ഇങ്ങനെ ദ്രോഹിക്കുന്നതിന് അറുതി വരുത്തണം. ഞങ്ങൾ ഇവിടെ കുടില് കെട്ടിയിരുന്നോളാം, ഇവിടെ ഇതിന്റെ അകത്ത് വരുന്നില്ല എന്നാ പറയുന്നത്. ഈ ഗേറ്റ് തുറക്കുന്നില്ല എന്നാ പറയുന്നത്. ഈ ഗേറ്റ് തുറക്കുന്ന ഇവിടെ ഒരു ഗേറ്റ്മാന് ഇനി ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമില്ല. ഞങ്ങൾ കാവലിരുന്നോളാം. ഈ സ്ഥാപനത്തിന് കാവലിരുന്നുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇനി ഒരു വാഹനം വരെ ഞങ്ങൾ അനുവദിക്കില്ല. ഇത് ഞങ്ങൾ കട്ടായം പറയുവാണ്. അതുകൊണ്ട് ഈ പാപ്ചോ കമ്പനിയിൽ നിന്ന് ഇനി ഇതുപോലെ രാത്രി സഞ്ചാരകർ വന്ന് ഈ ഗേറ്റ്മാൻ ഗേറ്റ് തുറന്നു കൊടുത്ത് ഈ സാധനം ഞങ്ങൾ ഇനി അനുവദിക്കില്ല എന്നുള്ളത് ഈ പ്രദേശവാസികൾ ഒന്നടക്കം കട്ടായം പറയുന്നു. പഞ്ചായത്ത് അധികാരികൾ ഉറപ്പിച്ചു വെച്ചോളൂ, ഇതിന് ഇനി ഒരു മാറ്റമില്ല എന്ന് നിങ്ങൾക്ക്. കമ്പനിയും വസ്തുക്കളും ബാങ്ക് ജപ്തി ചെയ്തതിനാൽ മാലിന്യ സംസ്കരണത്തിന്റെ ചെലവ് ആരു വഹിക്കും എന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകും. 2016 PJ അഗ്രോ ഫുഡ്സ് ആരംഭിച്ചത്. കമ്പനിയിലെ മാലിന്യവും പുകയും മൂലം ശ്വാസതടസ്സം, ചുമ, ഛർദി, ചർമ്മരോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നു എന്നായിരുന്നു പരിസരവാസികളുടെ പരാതി. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരാണ് കമ്പനിക്ക് ഒത്താശ ചെയ്തതെന്നും ആക്ഷേപം ഉണ്ടായിരുന്നു. നിരന്തര സമരത്തെ തുടർന്ന് 1.5 വർഷം മുമ്പ് കമ്പനി അടച്ചെങ്കിലും ഇവിടെ സൂക്ഷിച്ച അസംസ്കൃത വസ്തുക്കൾ മാറ്റിയിരുന്നില്ല. ഇവ നീക്കാൻ കഴിഞ്ഞ ഡിസംബറിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടെങ്കിലും നടപ്പായില്ല. വർഷങ്ങൾക്ക് മുമ്പ് തയ്യാറാക്കിയ അച്ചാർ വിൽപ്പനയ്ക്കായി സുരക്ഷാ ഉദ്യോഗസ്ഥനെ സ്വാധീനിച്ച് ഇവിടെ നിന്ന് കടത്തുന്നുവെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. മലിനീകരണ നിയന്ത്രണ ബോർഡ് എഞ്ചിനീയർ V സുചിത്ര, പഞ്ചായത്ത് സെക്രട്ടറി NB ഷീജ, SBI ബാങ്ക് പ്രതിനിധികൾ എന്നിവരും കമ്മീഷനൊപ്പം ഉണ്ടായിരുന്നു. മാധവി കുരഞ്ഞൂർ, പരിസ്ഥിതി പ്രവർത്തകരായ റാണി ആന്റോ, AV പ്രസന്നകുമാർ, അനീഷ് തുടങ്ങിയവർ കമ്മീഷന് മുന്നിൽ പരാതി വിശദീകരിച്ചു. അപ്പോൾ അതാണ് വിഷയം. 1.5 വർഷം മുമ്പ് പൂട്ടിച്ച സ്ഥാപനത്തിലെ ഭക്ഷ്യവസ്തുക്കൾ മാറ്റാൻ ഇതുവരെയും നടപടിയായിട്ടില്ല. ഇനിയിപ്പോ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് ഉണ്ടാക്കി വെച്ച അച്ചാർ മാറ്റാനാണ് ഉദ്ദേശമെങ്കിൽ അതും പൊതുജനത്തിന് അപകടകരമല്ലേ? ഉപയോഗയോഗ്യമാണോ എന്ന് പരിശോധിക്കുന്നതിന്റെ ചുമതല കൂടി നിർവഹിക്കപ്പെടേണ്ടതാണ്. ജനങ്ങളുടെ ആരോഗ്യത്തിനു കൂടി ഭീഷണിയായി മാറാനുള്ള അവസ്ഥ വരുത്താതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ സ്വയം പര്യാപ്തമാകണമെന്ന് വായ്ത്തോരാതെ പറയാറുണ്ടെങ്കിലും അത് എത്രമാത്രം പ്രാവർത്തികമാക്കാറുണ്ട് എന്ന് ചോദിച്ചാൽ വലിയ സംശയമൊന്നും കൂടാതെ തന്നെ ഇല്ല എന്ന് പറയാം. ജോലി തിരക്കുകൾക്കിടയിൽ എവിടെ കൃഷി ചെയ്യാൻ സമയം എന്നാവും മറുചോദ്യം. എന്നാൽ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന് പറയുന്നത് പോലെ കൃഷിയോടുള്ള ഇഷ്ടവും അധ്വാനിക്കാനുള്ള മനസ്സും ഉണ്ടെങ്കിൽ പുഷ്പം വിരിയുന്ന പോലെ കൃഷിയും പുഷ്പിക്കാം. ഒഴിവു സമയങ്ങളിൽ പൂക്കൃഷിയിൽ വിജയഗാഥ തീർക്കുകയാണ് കുന്നംകുളത്ത് KSEB ഉദ്യോഗസ്ഥർ. KSEB കുന്നംകുളം സെക്ഷൻ ഓവർസിയറും ആനായിക്കൽ സ്വദേശിയുമായ കർഷകൻ നാറേരി വീട്ടിൽ ശ്രീജിത്താണ് തന്റെ തിരക്കുപിടിച്ച ജോലിക്കിടയിൽ ലഭിക്കുന്ന ഒഴിവു സമയങ്ങൾ മതിയായ ശ്രദ്ധ നൽകി പുഷ്പകൃഷിയിൽ വിജയഗാഥ തുടരുന്നത്. തന്റെ സുഹൃത്തിന്റെ ഉടമസ്ഥതയിലുള്ള കുന്നംകുളം നഗരസഭയിലെ 24-ാം വാർഡ് ആനായിക്കൽ കക്കയം പ്രദേശത്തെ 1 ഏക്കർ വരുന്ന ഭൂമിയിലാണ് ശ്രീജിത്ത് കൃഷി ചെയ്യുന്നത്. 15 വർഷത്തോളമായി ശ്രീജിത്ത് കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്. തുടക്കത്തിൽ പലതരം കൃഷികളായിരുന്നു വലിയ വിപണി ലക്ഷ്യം വെക്കാതെ നേരം പോക്കിനായി മാത്രം ചെയ്തിരുന്നത്. കഴിഞ്ഞ വർഷം 600 ചെണ്ടുമല്ലി തൈകൾ വിളയിച്ച വിജയം കണ്ടതാണ് ഇത്തവണ വിപുലമായി പൂക്കൃഷി ചെയ്യാനുള്ള പ്രേരണയായത്. കഴിഞ്ഞ ജൂലൈ മാസമായിരുന്നു കൃഷി ഇറക്കിയത്. ഇതിനായി ആർത്താറ്റ് കൃഷിഭവനിൽ നിന്ന് ലഭിച്ച 1000 തൈകൾ ഉൾപ്പെടെ 3000-ലധികം തൈകളും നട്ടു. 3 ഇനം ചെണ്ടുമല്ലി, 3 ഇനം വാടാർമല്ലി എന്നിവ ഇതിൽ ഉൾപ്പെടും. ചെണ്ടുമല്ലിയിൽ മാത്രം ഒതുക്കാതെ പച്ചക്കറി കൃഷിയും ചെയ്യുന്നുണ്ട്. തക്കാളി, വെണ്ട, വഴുതന എന്നിവ യഥേഷ്ടം ഇവിടെ വളരുന്നുണ്ട്. 1500ഓളം വഴുതനയും വെണ്ടയുമാണ് നട്ടിട്ടുള്ളത്. ചെണ്ടുമല്ലിയുടെ ഇടവിള കൃഷി ആയതിനാൽ പച്ചക്കറിക്ക് കൂടുതൽ പ്രതിരോധശേഷി ലഭിക്കുകയും കീടാണുക്കളില്ലാത്ത ശുദ്ധമായ പച്ചക്കറി ലഭിക്കുകയും ചെയ്യുന്നുവെന്നതാണ് ഇതിന്റെ മേന്മ. കൂടാതെ തോട്ടത്തിനരികെ ഇടവിളയ്ക്ക് സമാനമായി 200ഓളം കയ്പ കൃഷിയും ചെയ്തു വരുന്നുണ്ട്. ശ്രീജിത്തിന്റെ കൃഷിയോടുള്ള താൽപര്യമറിഞ്ഞ സഹപ്രവർത്തകരായ പഴഞ്ഞി സ്വദേശികളായ ലൈൻമാൻമാർ പ്രതീഷ്, AA ഷറഫു എന്നിവരും സഹായത്തിനായി ഇവിടേക്ക് എത്താറുണ്ട്. ഏറെ സങ്കീർണത നിറഞ്ഞ ജോലിക്കിടയിൽ സമയം കണ്ടെത്തി ചെയ്യുന്ന കൃഷി വലിയ മാനസിക സംതൃപ്തി നൽകുന്നതായും
ഓണക്കാലത്ത് കൃഷിസ്ഥലത്തിനോട് ചേർന്ന് തന്നെ മിതമായ വിലയിൽ വിപണിയൊരുക്കാനാണ് ലക്ഷ്യമെന്നും ശ്രീജിത്ത് പറഞ്ഞു. വലിയ കുഴപ്പമില്ലാതെ എല്ലാതും പൂവും ഒക്കെ വിരിഞ്ഞിട്ടുണ്ട്. എൻ്റെ കൂടെ സഹപ്രവർത്തകരായ പ്രതീഷ്, ലൈൻമാൻ, അതുപോലെ തന്നെ ഷറഫു, ഇവർ 2 പേര് കൂടിയിട്ടാണ് ഇപ്രാവശ്യം ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ 3 പേരും കുന്നോളം KCBയിലാണ് വർക്ക് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു നേരം പോക്കായിട്ട് ഒരു 5 മണിക്ക് ശേഷം ഞങ്ങൾ ഈ തോട്ടത്തിൽ വരും. അങ്ങനെ ഈ കൃഷികളൊക്കെ നോക്കും. ഇടയ്ക്ക് ഞങ്ങൾ 2 പണിക്കാരെ വയ്ക്കും. അങ്ങനെ പുല്ല് പറിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്രാവശ്യം ഈ പൂവ് മുഴുവൻ ഇവിടെ തന്നെ വിൽക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ചെറിയൊരു കട്ടിട്ട് വലിയ കുഴപ്പമില്ലാതെ ആളുകൾക്ക് നല്ല വില കുറവിൽ കൊടുക്കാമെന്നുള്ള കണ്ടീഷനിലാണ് ചെയ്തിട്ടുള്ളത്. എന്തിനും ഏതിനും മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന മലയാളികൾ സ്വയം പര്യാപ്തമാകേണ്ടതിന്റെ കാലം അതിക്രമിച്ചു കഴിഞ്ഞു. യുവാക്കൾ ഇക്കാര്യത്തിൽ മാതൃക തീർക്കുന്നത് മാതൃകാപരവും അഭിനന്ദനം അർഹിക്കുന്നതുമാണ്. നമുക്ക് വേണ്ടത് തൊടിയിൽ ഉൽപ്പാദിപ്പിക്കുന്നതോടൊപ്പം തന്നെ വരുമാന മാർഗം കൂടി തുറക്കുകയാണ് കൃഷിയിടങ്ങൾ. വാർത്തയും വാർത്താ വിശകലനവുമായുള്ള ആഴ്ചവട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.